റാം നാരായൺ റാം. പലപ്പോഴും നമ്മൾ ധ്യാനം ചെയ്യാൻ വലിയ ശ്രമം നടത്തുമ്പോഴും അത് സാധ്യമാകാതെ പോകാറുണ്ട്. ഒരിക്കൽ ഞാൻ രാജസ്ഥാനിലെ ഒരു സ്ഥലത്ത് പോയി. അവിടെ ധാരാളം മീനുകളുണ്ടായിരുന്നു. ഈ മീനുകളെ ഭക്ഷിപ്പിക്കാൻ എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നു. ഞാനും അവയ്ക്കായി ഭക്ഷണം കൊണ്ടുപോയി. ഞാൻ ആ ഭക്ഷണം വെള്ളത്തിൽ എറിയാൻ ശ്രമിച്ചയുടൻ തന്നെ എല്ലാ മീനുകളും അതിനെ തിന്നാനായി എൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. വെള്ളത്തിനകത്തുനിന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്നു ആരെങ്കിലും അവയ്ക്ക് ഭക്ഷണം നൽകാൻ വരുന്നതായി. ഞാൻ ആഹാരം എറിയുന്നയുടൻ തന്നെ അവ അതിനെ തിന്നാനായി ചാടിയെത്തി. ഇത് നമ്മളുടെ ശരീരത്തിലും അതേപോലെ സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ 50,000 ആത്മാക്കൾ ഉണ്ട്. അവ വിശന്നിരിക്കുന്നു, ജന്മങ്ങളോളം വിശന്നിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഫസ്റ്റ് ഡേ അതിൻ്റെ നല്ല ഫലങ്ങൾ ലഭിക്കും. ഞാൻ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ വെദർ ഇത് ഗുഡ് ഓർ ബാഡ്, വിവേകത്തിന് അത് അറിയാവുന്നതാണ്. വിവേകം അതിനെ ജാഗ്രതയോടെ പഠിക്കുകയും ചെയ്യുന്നു. നമ്മൾ റാം നാരായൺ റാം ജപിക്കുമ്പോൾ വിവേകത്തിന് ആഹാരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വിവിധ ചിന്തകൾ വരും. പക്ഷേ കുറച്ച് നേരത്തിന് ശേഷം അവ സ്വയമേ അകന്നുപോകും. ഒരിക്കൽ ചിന്തകൾ ശാന്തമായാൽ പുണ്യവും ലഭിക്കും, ശരീരവും ആരോഗ്യമാകും, ഉള്ളിലെ എല്ലാ ആത്മാക്കളും ഉണരുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിൽ ഒരിക്കലും വൃദ്ധാവസ്ഥ ഉണ്ടാകില്ല. എല്ലാവർക്കും മരണത്തിനുള്ള അവകാശം ഉണ്ട്. പക്ഷേ മരങ്ങളും ചെടികളും സൂര്യൻ, വെള്ളം, വായു, ഭൂമി ഇവയ്ക്ക് അതില്ല. അവ മരിക്കേണ്ടതായിരിക്കുന്നു, കാരണം അവ വിശ്രമിക്കാനോ ഉറങ്ങാനോ കഴിയില്ല. പക്ഷേ മനുഷ്യർക്ക് വിശ്രമിക്കാനും ഉറങ്ങാനും അവകാശമുണ്ട്. അതുകൊണ്ടുതന്നെ മനുഷ്യർ വിവേകത്തോടൊപ്പം പിതാവും പുത്രനും പോലെ ജീവിക്കണം. ധ്യാനം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുഴുവൻ സമയ സ്വാതന്ത്ര്യമുള്ള സമയത്തായിരിക്കണം. ഉറക്കം അനിവാര്യമാണ്. ഒരു വ്യക്തിക്ക് 4 ദിവസം ഉറക്കം ലഭിക്കാതെ പോകുന്നുവെങ്കിൽ അയാൾ മാനസികമായി അസ്ഥിരനായിരിക്കും. നിങ്ങൾ ധ്യാനം ചെയ്യാൻ ഉറങ്ങിക്കൊണ്ടോ കിടന്ന് കൊണ്ടോ ഇരുന്നു കൊണ്ടോ എങ്ങനെയായാലും കഴിയും. മനുഷ്യർ സൃഷ്ടികൾ ചെയ്യുന്നില്ല. മരങ്ങളെയും ചെടികളെയും വെട്ടിമുറിച്ച് വീടുകൾ നിർമ്മിക്കുന്നു. എന്നാൽ മരങ്ങളും ചെടികളും എവിടെ പോകും? അതിനാൽ പ്രകൃതിയെ മാനിക്കുക. ഭയപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് പ്രകൃതിയെയും നിങ്ങളുടെ സ്വന്തം വിവേകത്തെയും ആയിരിക്കണം. വിവേകത്തിൻ്റെ യഥാർത്ഥ പേര് റാം നാരായൺ റാം ആണെന്ന് പറയപ്പെടുന്നു. ജീവിതത്തിൽ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, കാരണം ദൈവം, അല്ലാഹ് ഇവയെല്ലാം നമ്മുടെ സേവകരാണ്. ആകാശം, വെള്ളം, ഭൂമി ഇവയെല്ലാം നമ്മുടെ സേവകരാണ്. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും രക്തം ഒരേപോലെയാണ്. പ്രകൃതിയും ഒരേപോലെയാണ്. അങ്ങനെ ആയപ്പോൾ ആരാണ് നമ്മളെ വിഭജിച്ചത്? പ്രകൃതിയുടെ ഭരണഘടന, പ്രകൃതിയുടെ ചിന്ത, പ്രകൃതിയുടെ വിദ്യാഭ്യാസം, പ്രകൃതിയുടെ അടിസ്ഥാനങ്ങൾ ഇവ എല്ലാം എല്ലാവർക്കുമുള്ളവയാണ്. അതെല്ലാം സൗജന്യമായി ലഭ്യമാണ്. ഒരു കുഞ്ഞും മതം ആലിംഗിച്ചു ജനിക്കുന്നില്ല. എല്ലാവരും ആകാശത്തിൻ്റെ മതം സ്വീകരിച്ചാണ് ജനിക്കുന്നത്. വിവേകം തന്നെയാണ് നമ്മുടെ ദൈവം. അങ്ങനെ ആയാൽ വേറൊരു മതത്തിൻ്റെ ആവശ്യം എന്തിന്? ഇത്രയും മതങ്ങൾ ഭൂമിയിൽ ഉള്ളപ്പോൾ പോലും ഇത്രയും ജനങ്ങൾ വിശന്നിരിക്കുന്നു. ജീവിതം നയിക്കാൻ വീടുകളില്ല, വിദ്യാലയങ്ങളില്ല, ആശുപത്രികളില്ല. ഇത് എന്തുപോലെയുള്ള മതമാണ്? ഒരു മതം നമ്മളെ സേവിക്കാനാകുന്നില്ലെങ്കിൽ അത്തരമൊരു മതം വേണ്ട. അതിനാൽ എല്ലാവരും ജാഗരൂകരാകണം, ധ്യാനം ചെയ്യണം. ധ്യാനം എല്ലാം ശരിയാക്കും.